നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകുന്നത് വിലക്കി വൈസ് ചാൻസലറുടെ ഉത്തരവ് എത്തിയതിനൊപ്പം തന്നെ ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചൂടുപിടിച്ചിരിക്കുകയാണ്. പലസ്തീൻ ഇസ്രായേലിനെതിരെ നടത്തിയ പോരാട്ടങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറബ് പേര് സംസ്ഥാനത്തെ കലോത്സവത്തിന് ഉപയോഗിക്കരുത് എന്നാണ് VCയുടെ നിർദ്ദേശം. കലാപവുമായി ബന്ധമുള്ള അറബ് പദം കലോത്സവത്തിന് ഉപയോഗിച്ചത് ഹൈക്കോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അധിനിവേശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന അർത്ഥത്തിലാണ് പലസ്തീൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് SFI യൂണിയൻ വാദിക്കുമ്പോഴും ആയുധമേന്തിയുള്ള പോരാട്ടമെന്നും ഈ വാക്കിന് അർത്ഥമുണ്ടെന്നാണ് കേരള സർവകലാശാല VC അഭിപ്രായപ്പെടുന്നത്. ഇത് രാജ്യത്തിൻ്റെ വിദേശ നയത്തിനെതിരാണെന്നാണ് VC ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം രക്തരൂക്ഷിതമാണ് ഇന്തിഫാദയുടെ ചരിത്രം. 1967 നടന്ന ഇസ്രായേലും ജോർദാൻ, ഈജിപ്റ്റ്, സിറിയ എന്നീ അയൽ രാജ്യങ്ങളും തമ്മിൽ നടന്ന 6th ഡേ വാർ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ ജയം ഇസ്രായേലിൻ്റെ പക്ഷത്തായിരുന്നു. യുദ്ധത്തിൽ വിജയിച്ച ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ഈ ശ്രമങ്ങളുടെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ പലസ്തീൻ ജനങ്ങൾക്ക് ഇസ്രായേലിനോട് ശത്രുത വർദ്ധിച്ചു. ഏകദേശം 2 പതിറ്റാണ്ടിനു ശേഷം, അതായത് 1987 ഇസ്രായേൽ കൈവശം വച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇസ്രായേലിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരത്തിലിറങ്ങിയത് 5 ലക്ഷത്തോളം പലസ്തീനി പൗരന്മാർ ആയിരുന്നു. ഒരർത്ഥത്തിൽ ഇസ്രായേൽ ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. 5 ലക്ഷത്തോളം പലസ്തീനികൾക്കെതിരെ അന്ന് രംഗത്തിറങ്ങിയത് 80,000-ഓളം ഇസ്രായേലി പട്ടാളക്കാരാണ്. ഇസ്രായേലി സൈനികരും പലസ്തീനി പ്രതിഷേധക്കാരും തമ്മിൽ അന്ന് നിരവധി തെരുവ് യുദ്ധങ്ങൾ നടന്നു. തറയിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും അവശിഷ്ടങ്ങളും കയ്യിലേന്തിയാണ് പലസ്തീൻ ജനത ഇസ്രായേലി സൈനികർക്കെതിരെ രംഗത്തിറങ്ങിയത്. ചെറിയ പലസ്തീൻ കുട്ടികൾ കല്ല് കവണയിൽ വച്ചടിച്ച് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചിരുന്നു. ഇന്തിഫാദ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം കുടഞ്ഞു കളയുക എന്നാണ്. ഇന്തിഫാദ എന്ന വാക്ക് മധ്യപൂർവേഷ്യയിൽ ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് 1952 ഈജിപ്ഷ്യൻ വിപ്ലവകാലത്താണ്. പ്രതിഷേധം മുറുകി വരുന്നതിനിടയിലാണ് 1987 ഡിസംബർ 8 അത് സംഭവിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പട്ടാള ട്രക്ക് പലസ്തീനികൾ സഞ്ചരിച്ചിരുന്ന ഒരു വാനുമായി കൂട്ടിയിടിച്ചു. ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 4 പലസ്തീനി തൊഴിലാളികൾ തത്സമയം മരണപ്പെട്ടു. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ഗസയിൽ വെച്ച് ഒരു ഇസ്രായേലി പൗരൻ പലസ്തീൻകാരൻ്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ നടന്ന അപകടം അന്ന് നടന്ന കൊലപാതകത്തിൻ്റെ പ്രതികാരമാണെന്ന് പലസ്തീനികൾ വിധിയെഴുതി. ഇതോടെ പലസ്തീനികളുടെ ഭാഗത്തു നിന്ന് കലാപങ്ങൾ ആരംഭിക്കുകയായിരുന്നു. കല്ലുകൾ, പെട്രോൾ ബോംബുകൾ എന്നിവയിൽ തുടങ്ങിയ പലസ്തീനി ആക്രമണങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞതോടെ റൈഫിളുകളും ഹാൻഡ് ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചായി. പലസ്തീനി ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി ചെറുത്തുനിൽപ്പ് ആരംഭിച്ചതോടെ പലസ്തീനികൾ ആക്രമണം ശക്തമാക്കി മാറ്റി. ഒടുവിൽ ആക്രമണങ്ങൾക്ക് തടയിടാൻ 1988 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നു. അന്ന് പലസ്തീൻ്റെ ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞ് പലസ്തീൻ സംഘടനയായ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO തയ്യാറായെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏറെക്കുറെ അംഗീകരിക്കാനും ഇതിൻ്റെ പേരിലുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കില്ലെന്നും PLO പ്രസ്താവിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള 242 നമ്പർ പ്രമേയം കൊണ്ടുവന്നതോടെ ഒന്നാം ഇന്തിഫാദ അവസാനിച്ചു. അന്ന് PLO എടുത്ത നിലപാടുകൾക്ക് എതിരായാണ് തീവ്രവാദത്തിൻ്റെ വഴിയിലൂടെ ഹമാസ് എന്ന പുതു സംഘടന ഉയർന്നു വന്നത്. 1987 ഡിസംബർ 9 തുടങ്ങി 6 വർഷം നീണ്ടുനിന്ന ഇരുവശത്തുമായി നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ, 1,20,000 പേർക്ക് പരിക്കേറ്റ, 6 ലക്ഷം പേർ ജയിലിലടയ്ക്കപ്പെട്ട കലാപമായ ഇന്തിഫാദയാണ് ഇന്ന് SFI കലാലയത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ചതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്.